മാവേലിക്കരയിൽ നഗരവാസികളെയും വാഹനയാത്രക്കാരെയും ഭീതിയിലാഴ്ത്തി ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ. നിത്യേന പുലർച്ചെ 3 മണി മുതൽ രാത്രി 12 മണി വരെയും ഇടതടവില്ലാതെയാണ് ട്രാവൽ കയറ്റിയ ടിപ്പറുകളും ലോറികളും അമിത വേഗതയിൽ പായുന്നത്. മാവേലിക്കര ചെങ്ങന്നൂർ പന്തളം പത്തനംതിട്ട റോഡിൽ നിത്യവും ടിപ്പർ അപകടം വിതയ്ക്കുന്നത് പതിവാണ്. മണ്ണ് കയറ്റി അമിത വേഗതയിൽ പായുന്ന ലോറികൾ കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കുമാണ് ഏറെ ഭീഷണി ഉയർത്തുന്നത്. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്നവയും ഇതിന്റെ മറവിൽ മറ്റ് സ്വകാര്യ മണ്ണ് ലോബികളുടെ ബിനാമി ഇടപാടുകൾക്കുമായി പോകുന്നവയുമാണ് മേഖലയിൽ അപകടം വിതയ്ക്കുന്നത്. മണ്ണ് കൊണ്ടുപോകുന്നതിനുള്ള ആവശ്യമായ രേഖകൾ പോലും വാഹനങ്ങളിൽ കരുതാതെയാണ് ഇവർ സഞ്ചരിക്കുന്നതെന്നാണ് വാസ്തവം. കൊച്ചാലുംമൂട്, കൊല്ലകടവ്, കുന്നം, ചാക്കോപ്പാടം, പൈനുംമൂട്, കരയമ്മട്ടം, ജില്ലാ ആശുപത്രി ജംഗ്ഷൻ, പുതിയകാവ്, നടക്കാവ്, മിച്ചൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ അപകട മേഖലയായി മാറിക്കഴിഞ്ഞിട്ടും മാവേലിക്കര പോലീസും മോട്ടോർ വെഹിക്കിൾ വകുപ്പും നിസ്സംഗത തുടരുകയാണ് എന്ന് പൊതുജനങ്ങൾ ആരോപിക്കുന്നു. ജിയോളജി വകുപ്പ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൗനസമ്മതത്തോടെയാണ് ജില്ലയിലെ കിഴക്കൻ മലകളിൽ നിന്നും അനധികൃതമായി മലയിടിച്ച് മണ്ണ് ഇങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്നതെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. നിത്യേന 10,000-കണക്കിന് ലോഡുകളാണ് യാതൊരു നിയന്ത്രണവുമില്ലാതെ നിരത്തുകളിൽ ഭീതി പരത്തി പായുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ടിപ്പറിന്റെ അമിത വേഗത കാർത്തികപ്പള്ളി സ്വദേശിയുടെ ജീവനെടുത്ത സംഭവവും ഉണ്ടായി. നടക്കാവിൽ ഇരുചക്ര വാഹന യാത്രികനായ സുദേശ് ചന്ദ്രനെ ടിപ്പർ ഇടിക്കുകയായിരുന്നു. ടിപ്പറുകളുടെ അമിത വേഗതയും മരണപ്പാച്ചിലും തടയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു.